ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ പലസ്തീനിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ പോകുന്നു. ഈ ഒരു വാർത്ത ഞാൻ കണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസിനകത്താണ്. ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർ ദയവ് ചെയ്ത് സ്കിപ്പ് അടിച്ചു പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നത്? ഇന്ന് നമ്മൾ അവിടെ ഒരു ഹോസ്പിറ്റൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ നാളെ അത് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ മിസൈൽ ഹബ്ബായിട്ട് മാറും. അതിലൂടെ നമ്മുടെ സുഹൃത്ത് രാജ്യമായിട്ടുള്ള ഇസ്രായേലിന്റെ സുരക്ഷയെ തന്നെ ഗൗരവപരമായിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ ബാധിക്കും. ആ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആ ഒരു ഹോസ്പിറ്റൽ ബോംബ് വെച്ച് തകർക്കും. ഇത് തന്നെയാണ് കാലാകാലങ്ങളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. UN-ന്റെയും മറ്റ് വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ നിർമ്മിച്ച പല ഹോസ്പിറ്റലുകളും വിദ്യാലയങ്ങളും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ബോംബിട്ട് തകർത്തു. അതിനുള്ള കാരണം ഈ പറയുന്ന ഹോസ്പിറ്റലുകൾക്കും വിദ്യാലയങ്ങൾക്കും താഴെ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ മിസൈൽ സംഭരണശാലകളുണ്ടായിരുന്നു. തീവ്രവാദികളെയും തീവ്രവാദത്തിനെയും പാലൂട്ടി വളർത്തുന്ന ഈ പറയുന്ന പലസ്തീനിൽ നമ്മൾ എന്തിനുകൊണ്ട് ക്യാഷ് മുടക്കണം? ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. എന്നും നമുക്ക് ഉപദ്രവം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധു നടക്കുന്ന ടൈമിൽ ഒരു IB റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. POK-യിൽ ഹമാസ് തീവ്രവാദികൾ പാകിസ്ഥാൻ മിലിറ്ററിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യക്കെതിരെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഹമാസും രംഗത്തിറങ്ങി എന്നൊരു വാർത്ത. അങ്ങനെയുള്ള തീവ്രവാദികൾ പൂണ്ട് വിളയാടുന്ന ഒരു രാജ്യത്ത് കൊണ്ട് വെറുതെ ഒഴുക്കിക്കളയാനുള്ളതാണോ ഈ 141 കോടി ഭാരതീയരുടെ നികുതി പണം? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സഹായിച്ചാൽ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട അയൽ രാജ്യമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ നിലവിൽ തീവ്രവാദികളാണ് ഭരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകി പോകുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ അഫ്ഗാൻ ഭരിക്കുന്നത്. ആ രാജ്യത്ത് നിരവധി ഹോസ്പിറ്റലുകളും വിദ്യാലയങ്ങളും ആവശ്യമാണ്. നമ്മൾ ഈ പലസ്തീനിൽ കൊണ്ട് പാഴാക്കുന്ന തുകയുടെ 1/4 മതി അഫ്ഗാനിൽ നല്ലൊരു ഹോസ്പിറ്റൽ പണിഞ്ഞു കൊടുക്കാണ്ട്, ഒരു വിദ്യാലയം പണിഞ്ഞു കൊടുക്കാണ്ട്. അങ്ങനെ പണിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്നും അവിടുത്തെ ജനം നന്ദിയോടെ നമ്മളെ സ്മരിക്കും. അല്ലാതെ കണ്ട തീവ്രവാദികൾക്ക് മിസൈൽ ശേഖരം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് 141 കോടി ജനങ്ങളുടെ നികുതി പണത്തെ ദൂർത്തടിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല.